ഹായ്, ഇന്ന് നമുക്കൊരു സ്നാക്സ് ഐറ്റം ഉണ്ടാക്കാം. കിളിക്കൂട് എന്നാണ് അതിൻ്റെ പേര്. മലബാർ സ്റ്റൈലിൽ കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കിളിക്കൂട് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: സവോള, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സേമിയ, കോഴിമുട്ട പുഴുങ്ങി 4ആയി മുറിച്ചതാണ്, ഉരുളക്കിഴങ്ങ് 3 എണ്ണം പുഴുങ്ങിയെടുത്തതാണ്, ഒരു കോഴിമുട്ട ഉടച്ചു വെച്ചത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. ചട്ടി നന്നായി ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള പകുതി വേവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഗരം മസാലയും ചേർക്കാം. മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ. എന്നിട്ട് നന്നായി ഇളക്കുക. പൊടികളുടെ എല്ലാം പച്ച മണം വിടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ഇളക്കുക. ഏകദേശം പച്ച മണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചതാണിത്. ഈ ഉടച്ച ഉരുളക്കിഴങ്ങും നമുക്കിതിലേക്ക് ചേർക്കാം. 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ്. അത് നന്നായി പൊടിച്ചതാണ്. അത് 3 ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഉടച്ച് വെച്ചതാണ് ഇതിൽ ചേർത്തത്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർക്കാം. വളരെ കുറച്ച് കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. കാരണം മുളക് പൊടി കൂടുതൽ ഇട്ടതിനാൽ നമുക്ക് കുരുമുളക് അളവ് കുറയ്ക്കാം. ഇനി മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുരുമുളക് കൂടുതലായി ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും വിതറാം. എന്നിട്ട് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യുക. കിളിക്കൂടിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. അത് ചൂടെല്ലാം തണിഞ്ഞ് ഇനി നമുക്കതിനെ ചെറിയ ഉരുളകളാക്കാം. എങ്ങനെയാണ് ഉരുളകളാക്കുന്നതെന്ന് കാണാം. കിളിക്കൂടിൻ്റെ മസാലയിൽ കോഴിമുട്ട വെച്ച് ഉരുളകളാക്കിയതാണിത്. ഇനി നമുക്കൊരു കോഴിമുട്ട ഉടച്ച് നന്നായി മിക്സ് ചെയ്യുക. കോഴിമുട്ട മിക്സ് ചെയ്യുന്ന ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് ഓരോ ഉരുളകളെടുത്ത് കോഴിമുട്ടയുടെ മിക്സിൽ മുക്കി സേമിയയിൽ അതിൻ്റെ മുകളിൽ ആക്കുക. സേമിയ നന്നായി ഇതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കണം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി തീ അല്പം കുറച്ച് വെച്ച് നമ്മൾ സേമിയ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായി ഇതിലേക്കിട്ട് സേമിയ ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ കിളിക്കൂട് തയ്യാറായി. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ഐറ്റമാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കിളിക്കൂട് തയ്യാറായി.
വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഐറ്റമാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും.